സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇലക്ഷൻ അടുത്ത് വരും തോറും വർഗീയമായ ചേരിതിരിവുകളും വിദ്വേഷ പ്രസ്താവനകളും വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ പടർത്തലും അങ്ങനെ വിഷം ചീറ്റുന്നവരും അല്ലാത്തവരും എല്ലാം കൂടെ കൊണ്ട് മനസ്സ് നമ്മുടെ അസ്വസ്ഥമാവുകയാണ്. നമ്മളെങ്ങനെയൊന്നും ജീവിച്ചവരല്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വരുന്ന തലമുറയ്ക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്ന സന്ദേശം, അവർക്ക് നമ്മൾ കൊടുക്കേണ്ട പിന്നെ എന്താണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് കൊടുക്കേണ്ടുന്ന സന്ദേശം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തായാലും തൽക്കാലം വിഷയം എന്ന് പറയുന്നത് അധികാരമാണ്. അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി മനുഷ്യൻ എന്ത് ചെറ്റത്തരവും കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അത് സ്വന്തം താല്പര്യങ്ങളാണ്, സമുദായ താല്പര്യങ്ങളൊന്നും അല്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ് സമുദായ താല്പര്യം. ഇപ്പോ ആദ്യം പറഞ്ഞു നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന്, അതിപ്പോ മാറി നായാടി മുതൽ നസ്രാണി വരെ എന്നാക്കി. അപ്പോൾ അതിൽ ഒഴിവാക്കിയതെന്ന് പറയുന്നത് മുസ്ലിങ്ങളെയാണ് ഒഴിവാക്കിയത്. അപ്പോൾ ആരെങ്കിലും വെറുപ്പിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വെറുത്താലേ ഈ ബാക്കിയുള്ള ഐക്യം സാധ്യമാവൂ. അങ്ങനെയുണ്ടോ? എനിക്കറിയാം, എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അത് മനുഷ്യന്മാർക്ക് ഇപ്പോൾ അനിഷ്ടങ്ങൾ ഉണ്ടാവാം, ചിലരോട് താല്പര്യമില്ലായ്മ ഉണ്ടാവാം, ചിലരോട് വെറുപ്പുണ്ടാവാം, ചിലരോട് വിദ്വേഷം ഉണ്ടാവാം. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. സമുദായങ്ങൾ തമ്മിൽ അങ്ങനെ ആവശ്യമുണ്ടോ? നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ, അപ്പോൾ എല്ലാ സമുദായക്കാരും നമുക്ക് വേണ്ടേ? അതായത് നമ്മൾ ഇന്ത്യക്കാരല്ലേ, ഒന്നും അല്ലെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ കേരളീയരല്ലേ. നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത്? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനും, ഈ 3 സമുദായങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ കുറച്ച് നേരത്തെ എന്ന് പറയുന്നത് മതം മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. എന്തുകൊണ്ടാണ് ജനങ്ങൾ മതം മാറുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ മതം മാറുന്നവരെന്ന് പറയുന്നത് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ഹിന്ദുക്കളായ മനുഷ്യരാണ്. അതായത് പട്ടിക ജാതി പട്ടികവർഗങ്ങളിലുള്ള ആൾക്കാരാണ് മതം മാറിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും മാറുന്നത് ക്രിസ്ത്യാനികളും, രണ്ടാമത് മുസ്ലിങ്ങളിലും. അപ്പോൾ കേരളം വിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും കൂട്ടത്തോടെ ഒരു മതം മാറ്റം വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെ അവർക്ക് വേറെ ഈ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്ന ഹിന്ദു സമുദായത്തിൽ തന്നെ വേർതിരിവുണ്ടാവുകയും പാവപ്പെട്ടവരെയും ദളിതനെയും ഒറ്റപ്പെടുത്തി താഴേക്കിടയിൽ നിർത്തി അവരെ ഉയർന്നു വരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ് ഈ മതം മാറ്റം നടക്കുന്നത്. അല്ലാതെ മതത്തോടുള്ള ആകർഷണം ഒന്നും അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. മതത്തിനോടുള്ള ആകർഷണം കൊണ്ടുവരുന്നവർ